ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലെനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബിഗ് ബോസ് 6 മലയാളത്തിൻ്റെ പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി ലൈവിൽ ചിലരെങ്കിലും കണ്ടു കാണും. അതായത് ജാസ്മിൻ്റെ ഒരു നിലപാട് ജിൻഡോയോട് വ്യക്തമാക്കിയത്. അതായത് താൻ ഗബ്രിയോട് മാത്രമാണ് ഏറ്റവും ജെന്യൂനായി നിന്നിട്ടുള്ളത്. ഈവൻ റസ്മിൻ ഉൾപ്പെടെയുള്ള ആളുകളോട് താൻ ഗെയിം തന്നെയാണ് കളിച്ചിട്ടുള്ളത്. എന്നാൽ ഗബ്രിയോട് താൻ തൻ്റെ ജീവിതമാണ് പങ്കുവച്ചത്. ഗബ്രിയോട് ഒരിക്കൽ പോലും ഗെയിമായി താൻ കണ്ടിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ജാസ്മിൻ ജിൻഡോയോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ഈ പറഞ്ഞ അഫ്സലിൻ്റെ എന്ന് പറയുന്ന പാവ കെട്ടിപ്പിടിച്ചാണ് ജാസ്മിൻ ഉറങ്ങുന്നത്. ജാസ്മിൻ്റെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്. ആകെ ഉണ്ടായിരുന്ന നമ്മുടെ റസ്മിൻ ബായി പോലും ഹൗസിൽ നിന്ന് പോയിരിക്കുന്നു. ഇനി ജാസ്മിന് സപ്പോർട്ടായി ജാസ്മിൻ്റെ കാര്യങ്ങൾ പങ്കുവെക്കാനും ഷെയർ ചെയ്യാനും ഒരാൾ അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകം. എന്നാൽ അതൊന്നും ജാസ്മിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. റസ്മിൻ്റെ ഔട്ട് വളരെ സന്തോഷപൂർവ്വം തികച്ചും ആഹ്ലാദത്തോടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി ഇവിടെ ഒരു ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉണ്ടാകാൻ പോകുന്നത്, നിലവിൽ ജാസ്മിൻ്റെ വാപ്പ അടക്കം പറഞ്ഞിരുന്നത് ഇത് ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്, ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് തൻ്റെ മകൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് എന്ന് സിബിനോടടക്കം പറഞ്ഞിരുന്ന വോയിസ് നമ്മൾ കേട്ടിരുന്നു, പ്രേക്ഷകരോടും പറഞ്ഞിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ജാസ്മിൻ്റെ ഒരു വെളിപ്പെടുത്തൽ, താൻ ഗെയിമായിട്ടല്ല ഗബ്രിയോട് ഇടപെട്ടത് എന്ന് ഇപ്പോഴും ജാസ്മിൻ പറയുന്ന സ്ഥിതിക്ക് ഇവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത് ഫിനാലേക്ക് മുമ്പ്, അതായത് 96-ാം ദിവസമാണ് ഗബ്രിയുടെ ഒരു റീ എൻട്രി ഉണ്ടാവുന്നത്. ഗബ്രി വീണ്ടും ഹൗസിലോട്ട് കയറുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ തകിടം മറിയാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതായത് ജാസ്മിൻ്റെ ഫാമിലി അടക്കം വാപ്പയടക്കം ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് ഏറെക്കുറെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വീണ്ടും ജാസ്മിനെ കൊണ്ട് ഈ പറഞ്ഞ അഫ്സലിനെ കല്യാണം കഴിപ്പിക്കാനുള്ള അവരുടെ ഒരു ആഗ്രഹം സബലീകരണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവരെ ഇതിൽ കുറ്റം പറയാൻ സാധിക്കില്ല. എന്നാൽ ഒരുപക്ഷെ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രീ പ്ലാൻഡായി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇനി വലിയൊരു തിരിച്ചടി ഒരുപക്ഷെ ഈ ഗബ്രിയുടെ റീ എൻട്രിയിലൂടെ ഉണ്ടാവും. കാരണം ഗബ്രി തിരിച്ചു വരുമ്പോൾ ഒരിക്കലും ജാസ്മിന് വെറുതെ നിൽക്കാൻ സാധിക്കില്ല. അതായത് ജാസ്മിൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ ഗബ്രി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. മാലയും ഫോട്ടോയും ഒക്കെ എടുത്ത് മാറ്റുക വഴി ജാസ്മിൻ കാണിച്ച ആ ഒരു അപരിഷ്കൃതമായ ലീലകൾക്ക് തടയിടാൻ ഒരുപക്ഷെ ഫാമിലിക്ക് സാധിച്ചു. എന്നാൽ റീ എൻട്രി ഉണ്ടാകുമ്പോൾ തീർച്ചയായും ജാസ്മിൻ വികാര പരിവേശയാകും. ഒരുപക്ഷെ നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും വലിയ വൈകാരികമായ മുഹൂർത്തങ്ങൾ ഉണ്ടാവും. സോ അത്തരം മുഹൂർത്തങ്ങൾ തടയിടാൻ അവിടെ ജാസ്മിൻ്റെ വാപ്പയോ ഫാമിലിയോ ഈ പറഞ്ഞ അഫ്സലോ ഒന്നുമില്ല. സോ ഇവരുടെ ഒരു പ്ലാനിങ് മുഴുവൻ വീണ്ടും തകിടം മറി. 97-ാം ദിവസം അല്ലെങ്കിൽ 96-ാം ദിവസം അവിടെ എത്തുന്ന ഗബ്രിയും മറ്റ് കണ്ടസ്റ്റൻറ്റുകളും ആ രാത്രി അവരവിടെ തങ്ങുമ്പോൾ തീർച്ചയായും വളരെ വൈകാരികമായ മുഹൂർത്തങ്ങളും ഞെട്ടിക്കുന്ന സംഭവവികാസങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതിന് ഒരാൾക്കും തടയിടാൻ സാധിക്കില്ല. ഇത്തരം ഒരു മൊമെൻ്റ് ഇനി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഒരുപക്ഷെ ഇതുവരെ ജാസ്മിൻ്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ ജാസ്മിനുമായി ബന്ധപ്പെട്ടവർക്കോ ഉണ്ടായി കാണില്ല. എന്നാൽ ഈ ഒരു സീസണിൽ ഏറ്റവും അധികം ട്വിസ്റ്റ് ഉണ്ടാകാൻ പോകുന്ന ഒരു രംഗം അത് തന്നെയായിരിക്കും. ഇവിടെ ഗബ്രിയുടെ ഒരു ഇടപെടൽ എങ്ങനെ ആയിരിക്കുമെന്നാണ് ഒരുപക്ഷെ ഞാൻ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത്. കാരണം ധാരാളം പഴികൾ കേട്ടൊരു വ്യക്തിയാണ് ഗബ്രി. ജാസ്മിൻ്റെ ഫാമിലിയുടെ ഭാഗത്ത് തന്നെ അവരെടുത്ത തീരുമാനങ്ങളൊക്കെ ഗബ്രിയുടെ കരണത്തടിക്കുന്ന പോലെയായിരുന്നു. അവരുടെ ഭാഗത്ത് ശരിയാണെങ്കിലും ഗബ്രിയുടെ കരണത്തടിച്ച പോലെയായിരുന്നു. സോ ഈ ഒരു റീ എൻട്രിയിൽ ഗബ്രി എങ്ങനെയാണ് ജാസ്മിനോട് ബിഹേവ് ചെയ്യുക, ജാസ്മിനെ സ്പർശിക്കാതിരിക്കുക അല്ലെങ്കിൽ ജാസ്മിനെ ആലിംഗനം ചെയ്യാൻ വരുമ്പോൾ മാറി നിൽക്കുക, അത്തരം ഒരു രീതികളിലേക്ക് കാര്യങ്ങൾ പോകുമോ, എങ്ങനെയാണ് ഇവരുടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുക, അത് തന്നെയായിരിക്കും ഈ സീസണിലെ വലിയൊരു ഹൈലൈറ്റായി ഇനി മാറാൻ പോകുന്നത്. സോ തീർച്ചയായും ആ ഒരു റീ എൻട്രി ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ട് വലിയ സംഭവവികാസങ്ങൾ ഉണ്ടായേക്കാം. എല്ലാ പ്ലാനിങ്ങുകളും ഇവരുടെ തകിടം മറിയാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് കാത്തിരുന്ന് കാണാം. എനിവേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.